ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹർഷാദ് എനർജി ഹീലർ. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോവാണ്. ഏത് സിനിമയെന്ന് ഗസ് ചെയ്യാമോ? യെസ്, തുടരും. അപ്പം എല്ലാവരും കണ്ടു, നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. എൻ്റെ മമ്മി അമ്മു എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അവർ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ആ മൂവി ഒന്ന് കാണാമെന്ന് അവരും തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഫൺ സിറ്റിയിൽ പോയിട്ട് സിനിമ കാണാൻ പോകും. അപ്പം എല്ലാവരും കണ്ട ആ സിനിമ ഞാനും കാണണമെന്ന് ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പം ലെറ്റ് മീ ഗോ ആൻഡ് വാച്ച്. ബാക്കി ആ സിനിമ കണ്ടതിന് ശേഷം റിവ്യൂ പറയുന്നതായിരിക്കും. തുടരും എന്തിനാടി വീണ്ടും കാണുന്നത്? നീ തുടരും എന്തിനാ വീണ്ടും കാണുന്നത്? ഒരു വട്ടം കണ്ടതല്ലേ? ഉണ്ടല്ലേ? ഓക്കെ. മമ്മിയാ പറഞ്ഞത് ഞങ്ങളും കൂടെ വന്നിട്ട് നീ കണ്ടാൽ മതി. സോ അതുകൊണ്ടാണ്. അതെ 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 അതെ. ഓക്കെ. എപ്പോഴും ഞങ്ങളുടെ പരിപാടിയാണ് ലാസ്റ്റ് മിനിറ്റ് റഷ് ചെയ്യുന്നത്. അത് ഞാനാണ് കാരണം. എല്ലാവരും ആ ഒരു ടെൻഷനിലാണ്. ഞങ്ങളെത്തി. തുടരും. ഈ സിനിമ കാണാനാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ അടുത്ത ഏതോ ഒരു സിനിമയുണ്ട്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ നമ്മുടെ സ്ക്രീൻ 1 ആൾക്കാരുടെ തിരക്കുണ്ട്. എപ്പോഴും ഭയങ്കര ഹൗസ്ഫുള്ളാണ് ഗൈസ്. നമ്മുടെ അതാണ് സ്ക്രീൻ 1. ലെറ്റ്സ്. ശരി, അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ട് ബാക്കി സിനിമ കണ്ടതിന് ശേഷം പറയുന്നതായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടു, ആകെ സസ്പെൻസ് ആയിരിക്കണം. ആരാണത്? ഗൈസ്, സിനിമ ഒക്കെ കഴിഞ്ഞു ഇറങ്ങി. നമ്മൾ പ്രതീക്ഷിച്ച പോലൊരു വലിയ ഹാപ്പി എൻഡിങ് ഒന്നുമല്ല. ഇറ്റ്സ് എ സാഡ് എൻഡിങ്. ബിക്കോസ് ഓൾമോസ്റ്റ് ഈ സിനിമ എല്ലാവരും കണ്ടു കഴിഞ്ഞ് നമ്മളാണ് ലാസ്റ്റ് കാണുന്നതെന്നറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് എപ്പോഴും അങ്ങനെയല്ല, ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷത്തോടെ. ഇത് സീറ്റിൽ എല്ലാവരുടെയും മുഖത്തൊരു ഭയങ്കര വിഷമമായിരുന്നു. ആൻഡ് ആണ്, പക്ഷെ എങ്കിലും എവിടെയോ ഭയങ്കര ഒരു വിഷമമുള്ള പോലെ. ആൻഡ് യു സീ ഓൾ ദ പീപ്പിൾ ദർ ആരും എൻഡിങ്ങിൽ ആകെ ഒരു എനിവേ വെരി ഗുഡ് മൂവി. പക്ഷെ എനിക്കൊരു സങ്കടം. നേരെ നോക്കി നിൽക്കും. ചില സിനിമകൾ അങ്ങനെയാവണമല്ലോ. മോഹൻലാൽ എന്തായാലും ഒരു അഭിനയം പറയാൻ വാക്കുകളില്ല. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആൾ. അദ്ദേഹത്തിൻ്റെ ആ സ്റ്റൈലാവട്ടെ എല്ലാം ഓരോ ഇമോഷൻസും നമ്മൾ അതേപോലെ ഉൾക്കൊള്ളുമായിരുന്നു. സൂപ്പർ മൂവി, മസ്റ്റ് വാച്ച് മൂവി. എൻ്റെ സിസ്റ്ററും മമ്മിയൊക്കെ ഇത് സെക്കൻഡ് ടൈമാണ്. അത്രയ്ക്കും സൂപ്പർ. ഇവരെന്നോട് പറഞ്ഞില്ല, പക്ഷെ എൻ്റെ ഗസ്റ്റ് കറക്റ്റ് ആയിരുന്നു. ബട്ട് പിന്നെ വി വർ എക്സ്പെക്ടിങ് ഇങ്ങനെയുള്ള ഒരു ലാസ്റ്റ് ഭയങ്കര സന്തോഷമായിട്ട് ഇറങ്ങുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മോഹൻലാൽ അടിപൊളി മൂവി, മസ്റ്റ് വാച്ച്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ലോഗുമായി പിന്നെ അടുത്തൊരു സിനിമ കാണാൻ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഞങ്ങൾ മൂവിക്ക് പോയ ദിവസം ഒരു സ്പെഷ്യൽ ഡേയും കൂടെ, ഇന്ന് മദേഴ്സ് ഡേയും കൂടാണ്. സോ നമ്മൾ മമ്മിയെ ഹാപ്പി മദേഴ്സ് ഡേ മമ്മി, ഹാപ്പി മദേഴ്സ് ഡേ. ഇവിടെ ഉള്ള പുത്രങ്ങൾക്കൊന്നും അറിയത്ത് പോലും ഇല്ല മദേഴ്സ് ഡേ ആണ്. റെക്കോർഡ് ആവുന്നുണ്ട്. ഓക്കെ. ലോകമെമ്പാടുമുള്ള എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ.